എൻ്റെ പേര് അഖിൽ ചന്ദ്രൻ, S3 IC ആണ്. സർ നേരത്തെ പറഞ്ഞു, റഷ്യയിലെ സ്ത്രീകളുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, കുവൈത്ത് പോലുള്ള ഗൾഫ് കൺട്രീസിൽ സ്ത്രീകൾക്ക് വളരെ അടുത്ത് മാത്രമാണ് വോട്ടവകാശം പോലും ലഭിച്ചത്. എന്തുകൊണ്ടാണ് ഇസ്ലാം മതത്തിൽ സ്ത്രീകൾ ഇങ്ങനെ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിൽ, അല്ലെങ്കിൽ പല സാമൂഹികമായ പല രംഗങ്ങളിലും പിന്നോട്ട് പോകുന്ന അവസ്ഥയിലേക്ക് വരാൻ കാരണം എന്താണ്? അതുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റ് എന്താണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം അല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ മുന്നിൽ അമൃതംഗമയ എന്ന വിഷയമാണ് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മനുഷ്യരുടെ ആത്യന്തികമായ ആത്മാർത്ഥമായ തേട്ടമാണ് അമരത്വത്തിനു വേണ്ടി ഉള്ള തേട്ടമെന്നും നന്മ ചെയ്തവന് പ്രതിഫലമോ തിന്മ ചെയ്തവന് തക്ക ശിക്ഷയോ നൽകുവാൻ ഈ ഭൂമിയിലെ സംവിധാനങ്ങൾക്കൊന്നും സാധ്യമല്ല എന്നതുകൊണ്ട് തന്നെ വ്യക്തമായ രക്ഷാശിക്ഷകളുള്ള ഒരു ലോകത്തെക്കുറിച്ചുള്ള ആഗ്രഹം മനുഷ്യ മനസ്സിന്റെ അടിത്തറയിൽ തന്നെയുള്ളതാണ് എന്നും ഈ ആഗ്രഹത്തിന് ഉത്തരമായി വേദഗ്രന്ഥങ്ങളെല്ലാം മരണാനന്തര ജീവിതത്തിലുള്ള സ്വർഗ നരകങ്ങളെക്കുറിച്ച് സംസാരിച്ചുവെന്നും ഈ വേദഗ്രന്ഥങ്ങളുമായി കടന്നുവന്ന പ്രവാചകന്മാരുടെ നിയോഗമുണ്ടാകാത്ത ഒരൊറ്റ സമുദായവും കഴിഞ്ഞു പോയിട്ടില്ല എന്നും ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെല്ലാം തന്നെ അടിസ്ഥാനപരമായി സട്ടാവും സംരക്ഷകനുമായ തമ്പുരാനെ മാത്രം ആരാധിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് ജീവിക്കുകയാണ് ശാശ്വതമായ ശാന്തിയുടെ മാർഗമെന്നാണ് പഠിപ്പിച്ചത് എന്നും ആ പ്രവാചകന്മാരുടെ പിന്മുറക്കാരനായി കടന്നുവന്ന അന്തിമ പ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നും അദ്ദേഹത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആനെന്നും ഈ പരിശുദ്ധ ഖുർആനും പ്രവാചക ജീവിതചര്യയുമാണ് ഇസ്ലാമിന്റെ പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച സമർപ്പണത്തിന്റെ ആദർശത്തിന്റെ ഇന്നത്തെ പ്രമാണങ്ങളെന്നും ഈ പ്രമാണങ്ങളാൽ നിന്നാണ് ഇസ്ലാമിനെ അറിയേണ്ടത് എന്നും അല്ലാതിരിക്കുമ്പോഴാണ് പ്രശ്നങ്ങളും തെറ്റിദ്ധാരണകളും വിമർശനങ്ങളുമെല്ലാം ഉടലെടുക്കുന്നത് എന്നുമുള്ള വസ്തുതകളാണ് ഇവിടെ നമ്മുടെ മുന്നിൽ വിഷയാവതാരകൻ സമർപ്പിച്ചിട്ടുള്ളത്. സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇനി തുറന്ന ചോദ്യം ചെയ്യലിനും സംവാദത്തിനും വേണ്ടിയുള്ള അവസരമാണ്. എഞ്ചിനീയറിംഗ് കോളേജിന്റെ ക്യാമ്പസിൽ നിന്നുകൊണ്ട് ഈ തുറന്ന സംവാദത്തെ സൃഷ്ടിപരമായി ഉപയോഗപ്പെടുത്തണം എന്നാണ് ആമുഖമായി എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ബഹുമാന്യനായ സുഹൃത്ത് അഖിൽ ചന്ദ്രൻ അദ്ദേഹത്തിന്റെ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് നമ്മോട് ഉന്നയിച്ചിട്ടുള്ളത്. റഷ്യയിലെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. എന്നാൽ പലപ്പോഴും ഇസ്ലാമിക ലോകത്ത് ഉള്ള സ്ത്രീകളുടെ സ്ഥിതിയെക്കുറിച്ച് ചർച്ചകളും പരാമർശങ്ങളുമെല്ലാം പത്രങ്ങളിലും മറ്റുമെല്ലാം കാണാറുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയധികം ഇസ്ലാമിക ലോകത്തെ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നത്, പിന്നോക്കം നയിക്കപ്പെടുന്നത്?
വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഇവിടെ റഷ്യയിലെ സ്ത്രീകളുടെ സ്ഥിതി പറഞ്ഞതും ഇതും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് വിഷയാവതരണത്തിൽ ഇവിടെ പറഞ്ഞത് സത്യത്തിൽ അവിടെയുള്ള അധാർമികതയുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു. സുഹൃത്തിന്റെ ചോദ്യം ഏറെ പ്രസക്തമാണ്. സ്ത്രീകളെ പീഡിപ്പിക്കുന്ന ദർശനമാണ് ഇസ്ലാം എന്നുള്ള ധാരണ പൊതുവെ നിലനിൽക്കുന്നതാണ്. അത് ഒരു വോട്ടവകാശത്തിന്റെ പ്രശ്നമാണെങ്കിലും വസ്ത്രധാരണത്തിന്റെ പ്രശ്നമാണെങ്കിലും അതല്ലെങ്കിൽ മറ്റ് സാമൂഹിക കുടുംബ നിയമങ്ങളുടെ എല്ലാം പശ്ചാത്തലമാണെങ്കിലും എല്ലാം സ്ത്രീകളെ പീഡിപ്പിക്കുന്ന ദർശനമാണ് ഇസ്ലാം എന്നുള്ള ധാരണ പൊതുവായി നിലനിൽക്കുന്നു. എന്നാൽ വസ്തുത എന്താണ് പരിശോധിക്കണം. സാമൂഹ്യ അവസ്ഥകൾ നമ്മൾ പരിശോധിക്കണം. അതേപോലെ തന്നെ സമൂഹത്തിലെ വ്യത്യസ്തങ്ങളായ ഭരണ സംവിധാനങ്ങളെ കുറിച്ച് നമ്മൾ അറിയണം. ഒന്നാമതായി തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാനപരമായ വസ്തുത ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഇസ്ലാമിനെ നമ്മൾ അറിയേണ്ടത് പരിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചകന്റെ ചര്യയിൽ നിന്നുമാണ്. ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും ഇസ്ലാമികമായി കൊള്ളണമെന്നില്ല. ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിങ്ങൾ എന്ന കുപ്പായമിട്ട് ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇസ്ലാമികമായിരുന്നുവെങ്കിൽ ഇതേ രൂപത്തിലുള്ള വിശദീകരണത്തിന് വേണ്ടിയുള്ള തുറന്ന സംവാദങ്ങൾ അനിവാര്യമാകുമായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്ത്രീയെക്കുറിച്ചുള്ള ഇസ്ലാമിക സങ്കല്പത്തിൽ നിന്ന് ആരംഭിക്കേണ്ടതുണ്ട് ഈ ചർച്ച. എന്തുകൊണ്ടെന്നാൽ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വശമാണ് ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഈ വശം എന്നുള്ളത് കൊണ്ട് തന്നെ. ഇസ്ലാം എങ്ങനെയാണ് സ്ത്രീയെ കാണുന്നത്? പലപ്പോഴും സ്ത്രീയെക്കുറിച്ച് ഒരുപാട് സങ്കല്പനങ്ങളുണ്ട് നമ്മുടെ ചുറ്റും. പല രൂപത്തിലുള്ള മതസങ്കല്പങ്ങളുണ്ട്, ദർശനങ്ങളുടെ സങ്കല്പങ്ങളുണ്ട്. ഇതിന്റെ എല്ലാം നടുവിൽ ഇസ്ലാം സ്ത്രീയെ കാണുന്നത്, സ്ത്രീയെയും പുരുഷനെയും കാണുന്നത് ഒരേ ആത്മാവിന്റെ രണ്ട് പാതികളായിക്കൊണ്ടാണ്. നിങ്ങൾ പരിശോധിച്ചോ, പരിശുദ്ധ ഖുർആനിലെ ദീർഘമായൊരു അധ്യായം തന്നെയുണ്ട്. സൂറത്തുൻ നിസാ എന്നാണ് അധ്യായത്തിന്റെ പേര്. വേദഗ്രന്ഥങ്ങളിൽ സവിശേഷമായി സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധ ഖുർആന്റെ സവിശേഷതകളിൽ ഒന്നുകൂടിയാണ് ഈ അധ്യായം എന്നുള്ളതാണ് സത്യം. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസാ ആണ്. സ്ത്രീ എന്നാണ് ആ അധ്യായത്തിന്റെ ഹെഡിങ്. നിസാ എന്നാൽ സ്ത്രീ എന്നർത്ഥം. ഈ അധ്യായം ആരംഭിക്കുന്നത് യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ എന്ന് പറഞ്ഞുകൊണ്ടാണ്. മനുഷ്യരെ, നിങ്ങൾ സർവശക്തനായ തമ്പുരാനെ സൂക്ഷിക്കണം, അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം. അവൻ ആരാണ്? നിങ്ങളെ ഒരേ ആത്മാവിൽ നിന്ന് സൃഷ്ടിച്ചവൻ, ഒരേ അസ്തിത്വത്തിൽ നിന്ന് സൃഷ്ടിച്ചവൻ, അതേ അസ്തിത്വത്തിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഇണയെയും സൃഷ്ടിച്ചവൻ. അങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ പറയുക. ഒരസ്തിത്വത്തിന്റെ രണ്ട് ഭാഗങ്ങളാണ് സ്ത്രീയും പുരുഷനും എന്നുള്ളതാണ് ഖുർആനിക സങ്കല്പം. സ്ത്രീയോ പുരുഷനോ അധമരോ അല്ലെങ്കിൽ അധമയോ ഔന്നത്യമോ ഉള്ളതാണ് എന്നല്ല ഖുർആൻ പഠിപ്പിക്കുന്നത്. മറിച്ച് ഒരേ അസ്തിത്വത്തിന്റെ രണ്ട് ഭാഗങ്ങൾ. സ്ത്രീയും പുരുഷനും അനിവാര്യമാണ് അസ്തിത്വത്തിന്റെ പൂർണ്ണതക്ക് എന്നർത്ഥം. മനുഷ്യാസ്തിത്വത്തിന്റെ പൂർണ്ണതക്ക്, മനുഷ്യ സമൂഹത്തിന്റെ നിലനിൽപ്പിന് സ്ത്രീയും പുരുഷനും ഒരേപോലെ അനിവാര്യമാണ്. പലപ്പോഴും സ്ത്രീയോട് പുരുഷനാകുവാനും പുരുഷനോട് സ്ത്രീയാകുവാനുമുള്ള ആഹ്വാനങ്ങളാണ് സ്ത്രീ വിമോചനത്തിന്റെയും മറ്റുമെല്ലാം പേരിൽ ഉയർന്നു കേൾക്കുവാറുള്ളത്. എന്നാൽ ഇസ്ലാം പറയുക, സ്ത്രീ സ്ത്രീ എന്നുള്ള നിലക്ക് അവളുടേതായ ദൗത്യങ്ങളും അവളുടേതായ ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ചുകൊണ്ട് നിലനിൽക്കുകയും പുരുഷൻ എന്നുള്ള നിലക്ക് അവന്റെ ഉത്തരവാദിത്തങ്ങളും ദൗത്യങ്ങളും ചെയ്തുകൊണ്ട് നിലനിൽക്കുകയും പരസ്പരം പാരസ്പര്യത്തോടുകൂടി നിലനിൽക്കുകയും ചെയ്യുമ്പോഴാണ് സുന്ദരമായ കുടുംബവും സുന്ദരമായ സമൂഹവും ഉണ്ടാകുന്നത് എന്നതാണ്. അവിടെയും നാം പരിശോധിക്കേണ്ടതുണ്ട്. ഭൗതികമായി ആത്മീയമായി നോക്കിയാൽ സ്ത്രീക്ക് പുരുഷനെ പോലെ തന്നെ ഉള്ള സ്ഥാനമാണ് പരിശുദ്ധ ഖുർആൻ നൽകുന്നത്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഒരു ചോദ്യോത്തരത്തിന്റെ ഒരു അവസരത്തിൽ നിന്ന് ഒരുപാട് നീണ്ടുപോകുമെന്നുള്ള